ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയത് ഷീല സണ്ണിയുടെ അടുത്ത ബന്ധു തന്നെയെന്ന് കേസിലെ പ്രധാന പ്രതി നാരായണദാസിന്റെ കുറ്റസമ്മത മൊഴി. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസിനെ കേസിൽ പ്രതി ചേർത്തു. ലിവിയ ദുബായിലേക്ക് കടന്നതായാണ് സംശയം. നാരായണദാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസിനെ കേസിൽ പ്രതി ചേർത്തത്. ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയത് മരുമകളുടെ സഹോദരി നിർദ്ദേശിച്ച പ്രകാരമാണെന്ന് നാരായണദാസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. കുടുംബ സാമ്പത്തിക തർക്കങ്ങളാണ് ഷീലയെ കൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് നാരായണദാസ് പോലീസിനോട് വ്യക്തമാക്കിയത്. വ്യാജ LSD സ്റ്റാമ്പ് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വെച്ചത് ലിവിയ ജോസ് എന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി വെളിപ്പെടുത്തി. ലിവിയ ജോസും നാരായണദാസും സുഹൃത്തുക്കളായിരുന്നു. കേസിൽ ലിവിയ ജോസിനെ രണ്ടാം പ്രതിയാക്കിയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അതേസമയം പോലീസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ലിവിയ ദുബായിലേക്ക് കടന്നു. നാരായണദാസിന്റെ നിർദ്ദേശപ്രകാരമാണ് ലിവിയ ദുബായിലേക്ക് കടന്നത്. ലിവിയ ജോസിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിനു ശേഷം കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് വ്യക്തമാക്കുന്നു. ലിവിയയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ രാവിലെയാണ് ബാംഗ്ലൂരിൽ നിന്നും നാരായണദാസിനെ പോലീസ് പിടികൂടുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്ന് നാരായണദാസ് ഒളിവിലായിരുന്നു. 2023 ഫെബ്രുവരി 27 കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. എക്സൈസിന് ലഭിച്ച അജ്ഞാത ഫോൺ സന്ദേശത്തെ തുടർന്ന് ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി എന്ന് സംശയിക്കുന്ന പദാർത്ഥം കണ്ടെടുക്കുന്നത്. തുടർന്ന് ഷീല സണ്ണിയെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. 72 ദിവസം ജയിലിൽ കഴിഞ്ഞു. ഇതിനിടയിൽ രാസപരിശോധനയിൽ പിടികൂടിയത് രാസലഹരിയല്ല എന്ന റിപ്പോർട്ട് പുറത്തുവന്നു. തുടർന്ന് ഹൈക്കോടതി ഇടപെടലിലൂടെ ഷീല സണ്ണിയെ കുറ്റവിമുക്തയാക്കി. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം DGP നിയോഗിച്ചു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയ ഷീല സണ്ണിയുടെ മകനും മരുമകളും ഇതുവരെയും പോലീസിന് മുമ്പിൽ ഹാജരായിട്ടില്ല. ഷീല സണ്ണി ജയിലിൽ പോകാനിടയായ സംഭവത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. നിലവിൽ ഷീല സണ്ണി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 72 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നാണ് ഷീല സണ്ണി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തൊഴിൽ തേടി ഇറ്റലിയിലേക്കുള്ള ഷീല സണ്ണിയുടെ യാത്ര മുടക്കുക, ഇതായിരുന്നു ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കൊടുക്കാൻ പ്രേരകമായതെന്നാണ് പിടിയിലായ പ്രതി നാരായണദാസ് പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, വീട്ടിൽ നിലനിന്നിരുന്ന സാമ്പത്തിക തർക്കങ്ങളും ഈ ക്രൂരകൃത്യത്തിലേക്ക് കാരണമായതായും പ്രതി സമ്മതിച്ചിട്ടുണ്ട്.